പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. 1928 ആരംഭിക്കുന്നത്. പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. അപ്പൊ ലോകത്ത് പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഈ പഞ്ചവത്സര പദ്ധതി കണ്ട് അതിൽ നിന്നും ആകൃഷ്ടനായിട്ടാണ് 1951 ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം കടം കൊള്ളുന്നത്. 1951 ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിലേക്ക് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ 5-year പ്ലാൻ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ മാത്രമല്ല റഷ്യയിൽ നിന്ന് 5-year പ്ലാൻ അഡോപ്റ്റ് ചെയ്തത്. ഇന്ത്യയോടൊപ്പം ചൈനയും ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ അഥവാ 5-year പ്ലാൻ എന്ന് പറയുന്ന ആശയം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 വർഷത്തേക്ക് നമുക്ക് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ 1-2 മേഖലകളിലൊക്കെ പുരോഗതി കൈവരിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പൊതുവെ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് 5 വർഷം കഴിഞ്ഞ് വേറൊരു ഡേറ്റിലായിരിക്കണമല്ലോ അവസാനിക്കേണ്ടത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം നോക്കിയാണ് പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 ആരംഭിച്ച് മെയ് 31 അടുത്ത വർഷം മെയ് 31 അവസാനിക്കുന്നതാണ് ഒരു